Dear students, welcome to the online technical learning series. This is the second class of trade theory fitting. In the previous class, we had discussed about the classification of gauges. First and second classification we had discussed in detailed way. Today, we can discuss about the classification according to the form of test surface. പ്രിയപ്പെട്ട കുട്ടികളെ, സാങ്കേതിക പഠനത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 10ാം ക്ലാസ്സിലെ ഫിറ്റിംഗ് ട്രേഡ് തിയറിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഗേജസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് 1ഉം 2ഉം ക്ലാസിഫിക്കേഷൻ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കതിലെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി ഫോം ഓഫ് ടെസ്റ്റ് സർഫസ് എന്നൊരു ടോപ്പിക്ക് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗേജസ് ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ഫോം ഓഫ് ടെസ്റ്റ് സർഫസ്. പ്ലഗ് ഗേജസ്, സ്നാപ്പ് ഗേജസ്, റിംഗ് ഗേജസ്, സ്ക്രൂ പിച്ച് ഗേജസ്, ഫീലർ ഗേജസ്, റേഡിയസ് ആൻഡ് ഫില്ലർ ഗേജ് ആൻഡ് ടെംപ്ലേറ്റ് ഗേജസ്. So we can classify into these 7 categories. We can check each and every one detailed. So first we can check plug gauges. First one is the plug gauges. Plug gauges are used for checking the accuracy of holes. ഒരു ഹോളിൻ്റെ അക്യുറസി ചെക്ക് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. ഹാവിങ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസ്, പലതരത്തിലുള്ള ഹോളിൻ്റെ സൈസ് അതിൻ്റെ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം പ്ലഗ് ഗേജ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് എൻഗേജ് ടു ദ ഹോൾ ടു ബി ചെക്ക്ഡ് വിത്തൗട്ട് യൂസിങ് പ്രഷർ. നമ്മൾ നല്ല അമർത്തി അല്ലെങ്കിൽ നല്ലോണം ബലം പ്രയോഗിച്ചൊന്നും ആ ഹോള് ആണോ എന്നുള്ള ഗേജ് ചെക്ക് ചെയ്ത് നോക്കാൻ പാടില്ല. ജസ്റ്റ് ജെൻ്റലി മെല്ലെ ഒന്ന് കയറ്റി നോക്കാനേ പാടുള്ളൂ. അപ്പോൾ ഹോളിൽ നമ്മൾ ഗേജ് കയറ്റി നോക്കുമ്പം നമ്മൾ വളരെ സ്മൂത്തായിട്ട്, വളരെ ജെൻ്റലായിട്ട്, വളരെ പ്രഷറൊന്നും അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് കയറുന്നു നോക്കണം. പിന്നെ അതേപോലെ അത് ഇറ്റ് ഷുഡ് ജസ്റ്റ് ഏബിൾ ടു സ്ലൈഡ് ത്രൂ സ്ലോലി, അതായത് സ്ലോലി അതിൽ കൂടെ അങ്ങ് ജെൻ്റലായിട്ട് കയറുന്നുണ്ടോ എന്നുള്ളത്. ഇത് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പ്ലഗ് ഗേജ് ഒരു ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഗേജിനും ലിമിറ്റ് ഗേജിനും എക്സാമ്പിളായിട്ട് പ്ലഗ് ഗേജ് ആയിരുന്നു അവിടെ നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. അതിലതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്നുകൂടി അതിനെ ഡീറ്റെയിലായിട്ട് ഒന്നുകൂടി നോക്കാം. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഒന്ന് സ്റ്റാൻഡേർഡ് പ്ലഗ് ഗേജ്, ഒന്ന് ലിമിറ്റ് പ്ലഗ് ഗേജ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്ലഗ് ഗേജ് നമുക്ക് ആദ്യം നോക്കാം, പിന്നെ ലിമിറ്റ് പ്ലഗ് ഗേജും. ലിമിറ്റ് പ്ലഗ് ഗേജ് തന്നെ 3ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് പ്ലഗ് ഗേജ് ഒന്ന് നോക്കാം. നേരത്തെ നമ്മൾ നോക്കിയതാണ്. ഇതിന് ഒരു മീൻ പെർമിസിബിൾ ഡയമെൻഷൻ, ഈ ഒരു മെമ്പറിൻ്റെ മീൻ പെർമിസിബിൾ ഡയമെൻഷൻ, അതായത് ഏകദേശം അതിൻ്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷനിൽ നമ്മളൊരു പ്ലഗ് ഗേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഏതാണോ നമ്മൾ പാർട്സ് ചെക്ക് ചെയ്യേണ്ടത്, ആ ഒരു ചെക്ക് ചെയ്യേണ്ട പാർട്സിൻ്റെ ഒരു മീൻ പെർമിസിബിൾ ഡയമെൻഷനിലുള്ള ഒരു പ്ലഗ് ഗേജ് നമ്മൾ ഉണ്ടാക്കുന്നു. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്ലഗ് ഗേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നോമിനൽ സൈസിൽ പ്ലഗ് ഗേജ് ഒരു നോമിനൽ സൈസിലായിരിക്കും. നമ്മൾ ഡീറ്റെയിലായിട്ട് നമ്മൾ ആ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഒരു ഐഡിയൽ കൺസെപ്റ്റാണ് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊരു നോർമലായിട്ടുള്ള ഒരു നോമിനൽ സൈസിൽ നമ്മൾ ഉണ്ടാക്കുന്നു, അത് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യുന്ന രീതിയാണ്. അതാണ് സ്റ്റാൻഡേർഡ് പ്ലഗ് ഗേജ്. ഇനി നമുക്ക് ലിമിറ്റ് പ്ലഗ് ഗേജ്. ലിമിറ്റ് പ്ലഗ് ഗേജും അതിൽ നമ്മൾ നോ ഗോ ഗേജസ് എല്ലാം നമ്മളതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് വീഡിയോയും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻഡ് 2 എൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ഒരേ എൻഡിൽ തന്നെ ആവാം. സിംഗിൾ എൻഡ് ഉണ്ടാവും, ഡബിൾ എൻഡ് ഉണ്ടാവും, പ്രോഗ്രസീവ് ടൈപ്പ് ഉണ്ടാവാം. അപ്പോൾ അതിൽ എൻഡ് മസ്റ്റ് പാസ് ഓവർ ദ അക്സെപ്റ്റബിൾ വർക്ക് ആൻഡ് നോട്ട് എൻഡ് മസ്റ്റ് നോട്ട് പാസ് ഓവർ ദ വർക്ക്. എൻഡ് എന്തായാലും അതിനകത്തൂടെ പാസ് ചെയ്യും വേണം, നോട്ട് എൻഡ് അത് പാസ് ചെയ്യാനും പാടില്ല. ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ വർക്ക് പീസ് അക്സെപ്റ്റഡ് ആണ്. അത് രണ്ടും സാറ്റിസ്ഫൈഡ് ആകുന്നില്ലെങ്കിൽ ആ വർക്ക് പീസ് റിജക്റ്റഡ് ആണ്. ഇതാണ് നമ്മളതിൻ്റെ ഡെഫിനിഷൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതിൽ ഒരു വിഡ്ത്ത്
ഗോ എൻഡിൻ്റെ വിടുത്ത് കുറച്ച് നോ ഗോ എൻഡിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. അല്ല ചിത്രത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഗോ എൻഡ് ഇത്രയും വിടുത്തുണ്ട്, നോഡ് ഗോ എൻഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് ടൈപ്പിലാണെങ്കിലും 3 ടൈപ്പിലും ഇപ്പം ഡബിൾ എൻഡ് ടൈപ്പിലാണെങ്കിലും ഈ ഗോ എൻഡ് നല്ല വിടുത്തുണ്ട്, നോഡ് ഗോ എൻഡ് വിടുത്ത് കുറവാണ്. ഇനി പ്രോഗ്രസീവ് ടൈപ്പിലാണെങ്കിലും ഈ ഗോ എൻഡ് നല്ല വിടുത്താണ്, നോഡ് ഗോ എൻഡ് വിടുത്ത് കുറവാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി അതിൽ നമ്മൾ ഓർത്തിരിക്കുക. ലിമിറ്റ് പ്ലഗ് ഗേജിൽ ഗോ എൻഡ് ഹാസ് മോർ വിഡ്ത്ത് ദാൻ നോഡ് ഗോ എൻഡ്. അപ്പോൾ ഗോ ആൻഡ് നോ എൻഡ്സ് ആർ ഡിറ്റാച്ചബിൾ ടൈപ്പ്. സോ they may be renewed separately when worn. Limit plug gauges are further classified as follows. ഈ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് പറയുന്നത് ഡിറ്റാച്ചബിൾ ടൈപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഈ NPS, ഇപ്പോൾ നമ്മൾ ഈ NPS നമ്മൾ ഡിറ്റാച്ച് ചെയ്തിട്ട്, ഇപ്പോൾ ഈ പീസ് ആണെങ്കിൽ നമ്മൾ ഇത് ഡിറ്റാച്ച് ചെയ്തിട്ട് വേണം. അതായത് കോമൺ ആയിട്ടുള്ള പിടി എന്നർത്ഥം. ഈ ഹാൻഡിൽ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു നിശ്ചിത ലിമിറ്റ് മുതൽ നിശ്ചിത ലിമിറ്റ് വരെ ഈ കോമൺ ആയിട്ട് ഉപയോഗിച്ചാൽ ഈ എൻഡ് നമ്മൾ ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയ ചിലപ്പോൾ സ്ക്രൂ ചെയ്തിട്ടോ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഫിക്സിംഗ് മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട് അവിടെ പിടിപ്പിച്ച് അങ്ങനെ യൂസ് ചെയ്യും. അപ്പം ഈ ഒരു 2 കാര്യങ്ങൾ കൂടി ഇതിൽ അഡീഷണൽ ആയിട്ട് നോക്കാം. മോർ വിഡ്ത്ത് ഉണ്ടാവും, ഗോ എൻഡ് മോഡ് വിഡ്ത്ത് ഉണ്ടാവും, നോഡ് ഗോ എൻഡ് അത്രയും ഉണ്ടാവില്ല. പിന്നെ ഇത് ഡിറ്റാച്ചബിൾ ടൈപ്പ് ഉണ്ടാവാറുണ്ട്. ഈ 2 കാര്യം കൂടി നോക്കാം. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ലിമിറ്റ് പ്ലഗ് ഗേജിൻ്റെ 3 ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വളരെ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സിംഗിൾ എൻഡഡ് ലിമിറ്റ് പ്ലഗ് ഗേജ്, സിംഗിൾ എൻഡഡ് ലിമിറ്റ് പ്ലഗ് ഗേജ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡിൽ മാത്രമേ ഉള്ളൂ ഈ ഹാൻഡിൽ. അപ്പോൾ ഡബിൾ എൻഡഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാം 2 എൻഡിലുണ്ട്. ഗോ എൻഡ് ഈ സൈഡാണെങ്കിൽ നോഡ് ഗോ എൻഡ് ഇവിടെ, ഗോ എൻഡ് നോഡ് ഗോ എൻഡ്. അപ്പോൾ ഡബിൾ എൻഡഡ്, നേരത്തെ സിംഗിൾ എൻഡഡ് ലിമിറ്റ് പ്ലഗ് ഗേജ് ഈ ഭാഗത്താണ് എൻഡാണ് നമ്മളെ ചെക്കിംഗ് മെമ്പർ, ചെക്കിംഗ് പാർട്ട് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ, ഈ ഭാഗം ഫ്രീ ആണ്. ഇത് ഹാൻഡിൽ മാത്രമാണ്. ഇനി 2 ഭാഗത്തും ഉണ്ടെങ്കിൽ നമ്മൾ ഡബിൾ എൻഡഡ് ലിമിറ്റ് പ്ലഗ് ഗേജ്. ഇനി 3ാമത്തെ ടൈപ്പ് പ്രോഗ്രസീവ് ലിമിറ്റ് പ്ലഗ് ഗേജ്. ഈ 2 ചെക്കിംഗ് ഭാഗവും ഒരു സൈഡിൽ തന്നെയാണ്, ഇതിലും ഗോ എൻഡ് നോഡ് ഗോ എൻഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസീവ് നമ്മളൊരൊറ്റ പെട്ടെന്ന് ചെക്കിംഗ് പ്രോസസ്സ് നടക്കും. ഗോ എൻഡും നോഡ് ഗോ എൻഡും നമ്മൾ ഒരൊറ്റ പ്രാവശ്യം അതിലേക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോ പാസ് ചെയ്യുന്നുണ്ടോ നോഡ് ഗോ പാസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് വേഗം കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി പ്രോഗ്രസീവ് ലിമിറ്റ് പ്ലഗ് ഗേജ് ഉണ്ട്. നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ അതാണ് നമ്മൾ പ്ലഗ് ഗേജസ്. ഇത് ഓൾറെഡി നമ്മൾ കുറച്ച് പോർഷൻസ് അതിൽ തന്നെ കുറച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് ക്ലാസ് കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഇതൊന്നുകൂടി ക്ലിയർ ആവും. ഇതെല്ലാം കൂടി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് സ്നാപ്പ് ഗേജസ് ആണ്. സ്നാപ്പ് ഗേജസ് ആർ യൂസ്ഡ് ടു ചെക്ക് എക്സ്റ്റേണൽ ഡയമെൻഷൻ ഓഫ് വർക്ക് പീസസ്. മെയിൻലി ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്, thickness of plates are to be checked by snap gauges. അപ്പോൾ എന്തെങ്കിലും പ്ലേറ്റോ ഷാഫ്റ്റിൻ്റെ ഒക്കെ ഡയമീറ്റർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? സ്നാപ്പ് ഗേജസ്. ഇപ്പോൾ ചിത്രത്തിൽ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഷാഫ്റ്റ് ജസ്റ്റ് നമ്മൾ കാലിപ്പറൊക്കെ പോലെ ചിലപ്പോൾ നമ്മൾ കാലിപ്പർ വെച്ചിട്ട് ഔട്ട്സൈഡ് കാലിപ്പർ ഇൻസൈഡ് കാലിപ്പറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ കാലിപ്പർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ കാലിപ്പർ പിന്നീടാണ് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കുക. ഇത് ഗേജസ് ആകുമ്പോൾ വളരെ അക്യുറസിയിൽ കൃത്യമായിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇത് പ്രീ ഫിക്സഡ് ആണ്, ഒരു നിശ്ചിത സൈസിന് ഒരു ഗേജാണ്. പല ടൈപ്പ് ഗേജസ് ഉണ്ട്. ഇത് സ്നാപ്പ് ഗേജസ് ആർ യൂസ്ഡ് ടു ചെക്ക് എക്സ്റ്റേണൽ ഡയമെൻഷൻ ഓഫ് വർക്ക് പീസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് എക്സ്റ്റേണൽ ഡയമെൻഷൻ. ദെൻ ഇത് മേ ബി എക്സാമ്പിൾ ഒരു ഷാഫ്റ്റിൻ്റെ തിക്നെസ്, പ്ലേറ്റ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ നോക്കാം, ഒരു പ്ലേറ്റിൻ്റെ തിക്നെസ് നോക്കാം. ഈ രീതിയിലാണ് നമുക്ക് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അതിന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോളിഡ് ഓർ നോൺ അഡ്ജസ്റ്റബിൾ സ്നാപ്പ് ഗേജ്, ഡബിൾ എൻഡഡ് സോളിഡ് സ്നാപ്പ് ഗേജ്, അഡ്ജസ്റ്റബിൾ സ്നാപ്പ് ഗേജ്. ഈ 3 കാറ്റഗറിയിൽ സ്നാപ്പ് ഗേജ്. അപ്പോൾ നമുക്ക് പല ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് 3 തരത്തിലുണ്ട്. 3 തരം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത് സോളിഡ് ഓർ നോൺ അഡ്ജസ്റ്റബിൾ സ്നാപ്പ് ഗേജ്. അപ്പോൾ ഇത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സൈസിന് മാത്രം ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്, വേറൊരു സൈസിൽ നമുക്ക് മാറ്റാനൊന്നും കഴിയില്ല.
ഒരു 10 mm ആണെങ്കിൽ ആ 10 mm അതിൽ ഫിക്സഡാണ്, അതിന് മാത്രമായിട്ടുള്ളതാണ്. അത് തേയ്മാനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഗേജ് തന്നെ അങ്ങ് മാറ്റിക്കളയല്ലാതെ എന്തെങ്കിലും വേറെ അതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. സോളിഡ് അതിൻ്റെ ഇത് മാത്രമല്ല വേണമെങ്കിൽ അതിന് പ്രോഗ്രസീവ് എന്ന് കൂടി പറയാം. കാരണം ഗോ എൻഡും നോ ഗോ എൻഡും ഒരേ സൈഡിൽ തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പ്രോഗ്രസീവ് എന്ന് പറയാം. സോളിഡ് ആൻഡ് പ്രോഗ്രസീവ് സ്നാപ്പ് ഗേജ് എന്ന് പറയാം. ഇനി അടുത്തത് ഡബിൾ എൻഡഡ് ആണ്. നേരത്തെ പറഞ്ഞ തന്നെയാണ്, അതിൽ ഇത് മറ്റേ എൻഡിലാണെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ ഇത് ഗോ എൻഡും നോ ഗോ എൻഡും ഒരു സൈഡിലാണ്. അതുകൊണ്ട് അതിന് പ്രോഗ്രസീവ് സ്നാപ്പ് ഗേജ് എന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ പ്രോഗ്രസീവ് പ്ലഗ് ഗേജിലും അങ്ങനെ ഉണ്ടായിരുന്നു വേർഡ് പ്രോഗ്രസീവ്, രണ്ടും ഒരേ സൈഡിലായതുകൊണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ചെക്കിങ് വളരെ ഈസിയാണ്. രണ്ടാമത്തേത് നമുക്ക് ഡബിൾ എൻഡാണ്. അപ്പം ഒരു എൻഡ് ഗോ എൻഡ് ആണെങ്കിൽ മറ്റേ എൻഡാണ് നോട്ട് ഗോ എൻഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗോ എൻഡ് നോക്കിയതിന് ശേഷം തിരിച്ചു പിടിച്ച് നമുക്ക് നോട്ട് ഗോ എൻഡ് കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതതിൻ്റെ രണ്ടാമത്തെ ടൈപ്പ്. ഇനി മൂന്നാമത്തെ അഡ്ജസ്റ്റബിൾ സ്നാപ്പ് ഗേജ്. അപ്പോൾ നിങ്ങൾ വർക്ക്ഷോപ്പിൽ ചില സമയത്ത് ഈ സ്നാപ്പ് ഗേജൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ചെക്കിങ് ആവശ്യമുള്ളൂ എങ്കിൽ ഒരുപാട് നമ്പർ ഒരേ ടൈപ്പിലുള്ള ഒരുപാട് എണ്ണം വേണ്ടി വരുമ്പോഴാണ് ആ ഫിക്സഡ് ടൈപ്പ് വേണ്ടി വരിക. ഇപ്പോൾ നമുക്ക് പല തരത്തിലുള്ളത് പല ടൈപ്പിലുള്ളത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ അഡ്ജസ്റ്റബിൾ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു കുറച്ചെണ്ണം 10 mm കുറച്ച് കഴിഞ്ഞാൽ 20 mm അല്ലെങ്കിൽ 11 mm കുറച്ചൊക്കെയാണ്, അല്ലെങ്കിൽ 12 mm കുറച്ചൊക്കെയാണ്. അപ്പോൾ കുറച്ചെണ്ണേ ഉള്ളൂ നമുക്ക് ആവശ്യം. കണ്ടിന്യൂസ് ആയിട്ട് ഒരെണ്ണം തന്നെ ആണെങ്കിൽ നമുക്ക് ഫിക്സഡ് ടൈപ്പ് എടുക്കാം. ഇപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റണം, അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓർഡറാണ് വരാൻ പോകുന്നത്. ആ ഓർഡർ 11 mm അപ്പോൾ 11 mm മാത്രമായിട്ട് വേറെ നമ്മളൊന്ന് വാങ്ങിക്കുന്നതിൽ നമ്മൾ ഇതിനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സ്ക്രൂ നമുക്ക് ഇതോടെ സെറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പീസ് ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, അതിലേക്ക് നമുക്ക് സ്ലിപ്പ് ഗേജ് എല്ലാം യൂസ് ചെയ്യാം. സ്ലിപ്പ് ഗേജ് വെച്ചിട്ട് വേണമെങ്കിൽ ഇതിനെ സെറ്റ് ചെയ്തതിന് ശേഷം ലോക്ക് നട്ട് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് അങ്ങനെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു നിശ്ചിത ഒരു റേഞ്ച് വരെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിന് അഡ്ജസ്റ്റബിൾ സ്നാപ്പ് ഗേജ് എന്ന് പറയും. ഇതിൻ്റെ നമുക്കൊരു വീഡിയോ കൂടി കണ്ടാൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും തോന്നും. അതിനുശേഷം നമുക്ക് റിംഗ് ഗേജിലേക്ക് കിടക്കാം. അപ്പോൾ ഈ സ്നാപ്പ് ഗേജസിൻ്റെ 3 ടൈപ്പാണുള്ളത്. ഒന്ന് സോളിഡ് ഓർ നോൺ അഡ്ജസ്റ്റബിൾ സ്നാപ്പ് ഗേജ്, പിന്നെ രണ്ടാമത്തെ ഡബിൾ എൻഡഡ് സോളിഡ് സ്നാപ്പ് ഗേജ്, മൂന്നാമത്തെ കാറ്റഗറി അഡ്ജസ്റ്റബിൾ സ്നാപ്പ് ഗേജ്. ജസ്റ്റ് ഒരു വീഡിയോ കൂടി കാണാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. Snap gauge. Let us see a 3D model of a snap gauge. Workpiece. Snap gauge, go and no go. Snap gauges are used as quick means for checking sizes within certain limits by comparing the size of the parts with the opening of the gauge. The no-go end must not go into this feature. Go end of the gauge must be go into the feature of the components being checked. Adjustable caliper gauge. In this video, we are going to see about adjustable caliper gauge. It consists of adjustable anvil, fixed anvil. Go, it is marked in green color. Place the slip gauge on the anvil. See the go and no-go standard with help of slip gauges for specified limits of size.
The adjustable caliper gauge can be used for checking external sizes in any place along the length of a work. അപ്പോൾ അഡ്ജസ്റ്റബിൾ സ്നാപ്പ് ഗേജ് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ കുറച്ചുകൂടി വീഡിയോ കണ്ടപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് റിംഗ് ഗേജസ് ആണ്. അപ്പം റിംഗ് ഗേജസ് ഇപ്പം നമ്മൾ സ്നാപ്പ് ഗേജ് ചെയ്തു, അത് ഷാഫ്റ്റിന് ഡയമീറ്റർ ചെക്ക് ചെയ്യും. ഇതും ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ തന്നെയാണ്, ഗേജാണ്. ഇതാണ് റിംഗ് ഗേജ്. ഇപ്പം നമ്മൾ ഈ റിംഗ് ഗേജിനകത്തൂടെ ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള റിംഗ് ഗേജാണ്. അപ്പോൾ അത് കുറച്ചുകൂടി കൃത്യമായിട്ട്, അതായത് സാധാരണ ഇത് ഈ റിംഗ് ഗേജ് കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അപ്പം കുറച്ചുകൂടി സാധാരണ രീതിയിലെല്ലാം സ്നാപ്പ് ഗേജ് വെച്ച് തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. സ്നാപ്പ് ഗേജിലായാലെങ്കിലും നമുക്ക് ആ ഒരു ഷാഫ്റ്റ് അതിനകത്തേക്ക് കയറ്റി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ റിംഗ് ഗേജിലും ഇത് തന്നെയാണ്, നമുക്ക് കുറച്ചുകൂടി കൃത്യതയിൽ അതിൻ്റെ എന്തെങ്കിലും എക്സെൻട്രിസിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളത് കുറച്ചുകൂടി നന്നായി ചെക്ക് ചെയ്യാൻ വേണ്ടി ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ, ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം സ്നാപ്പ് ഗേജിൽ നമുക്ക് ഷീറ്റിൻ്റെ തിക്നെസ്സൊക്കെ നോക്കായിരുന്നു, പക്ഷേ റിംഗ് ഗേജിൽ അത് പറ്റില്ല. റിംഗ് ഗേജ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഗേജാണ്. അതും സാധാരണ സ്റ്റാൻഡേർഡ് റിംഗ് ഗേജ് ഉണ്ട്, അതേപോലെ ലിമിറ്റ് റിംഗ് ഗേജ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് റിംഗ് ഗേജ്. അതേപോലെ ഈ റിംഗ് ഗേജിൻ്റെ നമുക്ക് ജസ്റ്റ് ഒരു ആനിമേഷൻ കാണാം. ആനിമേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് ക്ലിയർ ആവും. Ring gauge. Let us see a 3D model of a ring gauge. Ring gauge. Workpiece. These are used to check the outside diameter of the workpieces. Separate gauges are used for checking go and no-go sizes. The no-go end must not go into this feature. Go end of the gauge must be go into the feature of the components being checked. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിംഗ് ഗേജിനെ കുറിച്ച് കുറച്ചുകൂടി കൃത്യമായ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് അധികം പ്രഷർ അപ്ലൈ ചെയ്യാതെ വളരെ ജെൻറ്റിലായിട്ട് മെല്ലെ കയറ്റി ഇറക്കുക ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ അത് നല്ലോണം ഷാഫ്റ്റ് ജസ്റ്റം കയറുന്നുണ്ടെങ്കിൽ അത് നല്ലോണം കയറ്റി ലോഡ് കൊടുത്ത് കയറ്റാൻ നോക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി സ്മൂത്തൻ ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും ചെക്ക് ചെയ്യുക. അതാണ് എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ത്രെഡ് പിച്ച് ഗേജ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി പിച്ച് ഓഫ് എ സ്ക്രൂ. ഒരു സ്ക്രൂവിൻ്റെ ഒരു ത്രെഡിൻ്റെ പിച്ച് കണ്ടുപിടിക്കാൻ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ത്രെഡ് പിച്ച് ഗേജ് എന്ന് പറയുന്നത്. അത് കുറേ ഇപ്പം നിങ്ങൾ ഫീലർ ഗേജ് കഴിഞ്ഞ വർഷം പഠിച്ച പോലെയുള്ള കുറേ ഇങ്ങനത്തെ സ്ട്രിപ്പുകളാണ്, ഫ്ലാറ്റ് ബ്ലേഡ്സ് ആണ്, അതിന് നമ്മുടെ ലീഫ്സ് എന്ന് പറയും. അപ്പോൾ അതിനെ കൃത്യമായ പിച്ചിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പിച്ചിൽ കട്ട് ചെയ്തിട്ടുള്ള കുറേ ബ്ലേഡുകൾ, ഫ്ലാറ്റ് ബ്ലേഡുകളാണ്. അതിനെ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിച്ച് എന്താണെന്ന് നിങ്ങൾക്കറിയാം, രണ്ട് ക്രസ്റ്റ് അല്ലെങ്കിൽ റൂട്ട് ഇവയ്ക്ക് ഇടയിലുള്ള ഈ ആക്സിയൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും, ഇതിനെ റൂട്ട് എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും രണ്ട് ക്രസ്റ്റ് എടുത്തിട്ട് അതിന് തമ്മിലുള്ള ആക്സിയൽ ഡിസ്റ്റൻസാണ്. അപ്പോൾ അതിനെ നമ്മൾ സാധാരണ ഇനി അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പലതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ത്രെഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം പിച്ചൊക്കെ ഒന്നുകൂടി നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, ഈ തമ്മിലുള്ള അകലമാണ് നമ്മൾ പിച്ച് എന്ന് പറയും, ത്രെഡിൻ്റെ പിച്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഏറ്റവും ഉയർന്ന ഭാഗത്തെ ക്രസ്റ്റ് എന്ന് പറയും. ഈ രണ്ടെണ്ണം തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ പിച്ച് എന്ന് പറയും. അത് എത്രയാണെന്നുള്ളത് സാധാരണ ഇത് മെട്രിക്കിലും ഉണ്ടാവും, സാധാരണ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് TPAയിലും 1 ഇഞ്ചിൽ എത്ര ത്രെഡ് ഉണ്ട് എന്നുള്ളതിന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് കൺസെപ്റ്റ് അതിലുണ്ട്. അതായത് മെട്രിക്കിലാകുമ്പോൾ നമ്മൾ ആ മെട്രിക് അളവുകൾ വരും, 1.5, 1.25, 1.75, 2.75 ഇങ്ങനെ നമ്മൾ ആ മില്ലിമീറ്ററിൽ ആ അകലം പറയുകയാണ് ചെയ്യാറ്.
ഇപ്പോൾ ഇതിൽ സാധാരണ ഇതിപ്പോൾ മില്ലിമീറ്ററിലുള്ള ഒരു ഗേജാണ് ഇതിൽ ഈ ചിത്രത്തിൽ കാണുന്നത്. 0.25 ഇങ്ങനെ പല സൈസിലുള്ള ഇതന്നെ TPAയിലും പറയാറുണ്ട്. ത്രെഡ് പെർ ഇഞ്ച്, ഒരു ഇഞ്ചിൽ എത്ര ത്രെഡ് എന്നുള്ള രീതിയിൽ നമ്പർ പറഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട്. പിന്നെ ഈ ബ്ലേഡെല്ലാം നല്ല ഹാർഡൻ ചെയ്തുള്ള മെറ്റീരിയലാണ്. ഇപ്പോൾ നമ്മൾ കുറേ ചെക്ക് ചെയ്യുമ്പോൾ അത് വിയർ ടിയർ എല്ലാം തേയ്മാനമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല ഹാർഡൻ ചെയ്തിട്ടുള്ള, പെട്ടെന്ന് വളയൊന്നുമില്ല, നല്ല ഹാർഡൻ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ത്രെഡ് പിച്ച് ഗേജിൻ്റെ സാധാരണ ഇതൊരു ചാർട്ടാണ്, എത്രയാണ് പിച്ച് സൈസിൽ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ ബ്രിട്ടീഷ് സൈസിലുള്ള ഒന്നാണ്, ഇത് മെട്രിക്കിലുള്ളതാണ്. അപ്പോൾ ഓരോ ഡയമീറ്ററിനനുസരിച്ച് ആ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ ഒക്കെ ഡയമീറ്റർ അനുസരിച്ച് നമുക്ക് അതിൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കോഴ്സ്, ഫൈന്, ഇപ്പം വളരെ ഫൈനായിട്ടുള്ള ത്രെഡുകൾ ആവശ്യമുള്ള ഗേജ് സാധാരണ രീതിയിൽ നമ്മൾ ഗേജസ്, അതേപോലെ വെർനിയർ മൈക്രോമീറ്റർ ഇങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ നമുക്ക് ഫൈനായിട്ടുള്ള, അതുപോലെ സ്ക്രൂ, ജാക്ക്, പുള്ളർ അങ്ങനെയുള്ളതിനൊക്കെ ഫൈനായിട്ട് യൂസ് ചെയ്യുക. സിമ്പിൾ ഫാസ്റ്റനിങ്ങിനായുള്ള ഒരു ജസ്റ്റ് സാധാരണ യൂസ് ചെയ്യുന്ന കോഴ്സ് ഇതായിരിക്കും ഉണ്ടാകും. അപ്പോൾ ത്രെഡിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ ഇതിൻ്റെ ചാർട്ട് ഞാൻ ഒന്ന് കാണിച്ചു തന്നു മാത്രം, ഇഞ്ചസിൽ അതുപോലെ മെട്രിക്കിലുള്ള അതിൻ്റെ ഡയമീറ്റർ, പിച്ച്. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാവുക. കാരണം നിങ്ങളുടെ ലെയ്ത്തിലെല്ലാം ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഇൻഡെക്സിങ് സംവിധാനങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു പിച്ചൊക്കെ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡായി അതനുസരിച്ചായിരിക്കും നമ്മൾ ഈ പിച്ച് ഗേജും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ഇതിന് ഇടയ്ക്കുള്ള ത്രെഡുകൾ സാധാരണ ഗതിയിൽ അവൈലബിൾ ആയിട്ടില്ല. ഇത് മാത്രമേ നമുക്ക് എല്ലാ മെഷീനിലും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ട് ഞാൻ കാണിച്ചു തന്നു നോക്കാം. ഇതിൽ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഇതെങ്ങനെയാണ് ബ്ലേഡ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ബ്ലേഡ് എടുത്തിട്ട് ഇതിപ്പോൾ 16 ഇത് ഒരു ബ്രിട്ടീഷ് സൈസിലുള്ളതാണ്. ഇപ്പോൾ 16 ആയിട്ടുള്ള ഇതിലിങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ ഈ ത്രെഡിലേക്ക് അത് എൻഗേജ് ആവുന്നില്ല. ഇത് 14 വെച്ച് നോക്കി, 14 അതിൽ എക്സാക്ട്ലി എൻട്രേഡ് ആകുന്നുണ്ട്. അപ്പോൾ ഈ ത്രെഡ് പിച്ച് എന്ന് പറയുന്നത് 14 TPA എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. ഈ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലേഡുകൾ, ഇപ്പോൾ കുറേ ബ്ലേഡുകൾ നിങ്ങളതിൽ കണ്ടല്ലോ. അപ്പോൾ ഈ ബ്ലേഡുകളിൽ കുറേ ബ്ലേഡുകളുണ്ട്. ഇതിൽ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏകദേശം കണ്ടാൽ നമുക്കറിയാം. ഇപ്പോൾ ഇൻഫിനിറ്റീവിന് 1.8 ഉണ്ട്, 1.9 ഉണ്ട്, 2 ഉണ്ട്, അപ്പോൾ 1.7. ഇതിലേതാണ് ഓരോന്നും നമ്മൾ മാറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതാണ് കുറച്ച് കറക്റ്റ് മാച്ച്, ഇതിലേക്ക് ഇത് കറക്റ്റായിട്ട് അങ്ങ് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇറങ്ങി നിന്നാൽ മാത്രമേ നമുക്കത് മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, ഇത് 14 TPA. നമുക്കൊരു ബോൾട്ടെല്ലാം നമ്മൾ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ ജോബ് വർക്കിന് വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പിച്ച് നമുക്ക് അളന്നേ പറ്റുള്ളൂ. പിച്ച് അളന്നാലേ അതേ ടൈപ്പുള്ള നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ത്രെഡ് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ പിച്ച് നമ്മൾ മെഷീനിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ പിച്ച് നമുക്ക് മനസ്സിലാക്കണം. അത് മിക്കവാറും മെഷീനിലെല്ലാം TPAയിലും ഉണ്ടാവും, മെട്രിക്കിലും ഉണ്ടാവും. ലെയ്ത്തിൽ അത്തരം സെറ്റിങ്സ് രണ്ടിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുന്നത്. ഒന്നുകൂടി ക്ലിയർ ആവാൻ നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു ആനിമേഷൻ ഒന്ന് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. While many measurement tools are designed for high precision, these gauges are fairly simple, made to provide a quick measurement so you can avoid delays and keep your job on track. It's always good to keep screws organized, but sometimes you need to use one that looks about right but is not identified. You need to find out the screw pitch or threads per inch. This model number 6 screw pitch gauge has 30 leaves ranging from 4 to 42 TPI or threads per inch. The leaves fold out from each end of a rugged steel case and can be locked in place with a light twist of the knob. Here you have a screw that you think is the right size, but you need to be sure because you might ruin your workpiece if you strip a thread with the wrong size screw. Finding the pitch of the screw is simple. Hold a leaf that looks about right up against the screw. Oops, that's too big. Let's try a couple of sizes smaller. Nope, too small. Alright, we'll try the one in between. That's it. The screw has a pitch of 16 TPI. Some screws have metric threads. For that, we have a similar gauge, the 159M, which has 28 leaves to identify threads
from 0.5 to 11.5 millimeters. Here, we are using the 159M to verify that our mystery metric screw has a pitch of 2.0 millimeters, just as we expected. It's always good to be right the first time. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. വീഡിയോയിൽ അത് മെഷർ ചെയ്യുന്നത് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഗേജ് ഏതെന്നോ. അടുത്തത് റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഗേജാണ്. നമ്മൾ ഇപ്പോൾ കണ്ട ത്രെഡ് പിച്ച് ഗേജ് പോലെ തന്നെ ഈ സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള കൃത്യമായ അളവ് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഒരു കണ്ടാൽ ഒരേപോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് റേഡിയസ് ആൻഡ് ഫില്ലറ്റ്. അപ്പോൾ ആ ഒരു ചെറിയൊരു സർഫസിൻ്റെ ഇപ്പോൾ ഇത്തരത്തിലൊരു വർക്ക് പീസിൻ്റെ ഒരു റേഡിയസ്, ഇപ്പോൾ ചെറിയൊരു ഈ ഒരു കർവ് എത്രയാണ് ചെറിയൊരു റേഡിയസ്. അതേപോലെ ഇത് നമ്മൾ ഫില്ലറ്റ് ഭാഗം നമ്മൾ ഫില്ലറ്റ് എന്ന് പറയും. ഈ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെ കർവായിട്ടുള്ളത്. അപ്പോൾ ഈ റേഡിയസും ഈ ഫില്ലറ്റും നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് ഈ റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഗേജ്. അപ്പോൾ ഈ ഓരോ ബ്ലേഡിലും ഈ ഒരു കർവ് ഉണ്ടാവും. ആ കർവിൻ്റെ എത്രയാണ് അളവ് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അതെവിടെയും കർവ് ഇത് ഔട്ടറും യൂസ് ചെയ്യുക, ഇന്നറും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോൺവെക്സ് സർഫസിന് മെഷർ ചെയ്യുന്നു. ഇവിടെ കോൺകേവ് ആയിട്ടുള്ള റേഡിയസ്, ഈ ഭാഗത്തിൻ്റെ റേഡിയസ്. അപ്പോൾ അതിൻ്റെ എത്രയാണ് അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആ ഇതിൽ കറക്റ്റ് മാച്ച് ആവുന്ന എത്രയാണെന്നുള്ളത്. ഇതിപ്പോൾ കറക്റ്റ് മാച്ച് ആയിരിക്കുന്നു. ഇപ്പോൾ 4 ഇഞ്ച് ഒരു ബ്രിട്ടീഷ് മെഷർമെൻറ്റിലാണ്, മെട്രിക് അല്ല. ഇത് മെട്രിക് ആയിട്ടുള്ള മെഷർമെൻറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ആ റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഗേജ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മളിപ്പം നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറേ ഹാർഡൻഡ് ആയിട്ടുള്ള സ്റ്റീൽ ബ്ലേഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഈ റേഡിയസ്, അപ്പോൾ ഇവിടെ ഈ കർവ് എത്രയാണ് എന്നുള്ള ആ റേഡിയസ് അതിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കേവും ഉണ്ട്, കോൺവെക്സും ഉണ്ട്. 2 ടൈപ്പും ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാമ്പിങ് അതിലുണ്ട്. ഇതിൽ കുറച്ചുകൂടി ആ സ്റ്റാമ്പിങ് കാണാൻ പറ്റും. അപ്പോൾ ആ സ്റ്റാമ്പിങ് അനുസരിച്ച് നമുക്ക് ഏതാണോ കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സർഫസിന് കറക്റ്റ് മാച്ചായി നിൽക്കുന്നത്. അങ്ങനെ ഓരോ ബ്ലേഡും എടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കൃത്യമായിട്ട് ആ പ്രൊഫൈല് മാച്ചായി നിൽക്കുന്ന ഏതിനാണ്. അപ്പോൾ നമ്മൾ അതാണ് സ്റ്റാൻഡേർഡ് സൈസ്. ആ റേഡിയസ് നമുക്ക് അളന്നെടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ഇത്തരം ഈ ചെറിയ കർവുകളൊക്കെ നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതാണ് റേഡിയസ് ഫില്ലറ്റ് ഗേജ്. ഇത് മെഷർമെൻറ്റ് 2-3 സ്ലൈഡ് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് റേഡിയസ് ഫില്ലറ്റ് ഗേജ്. അടുത്ത നമുക്ക് ഫീലർ ഗേജ്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ പോർഷനിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്റ്റീൽ ബ്ലേഡുകളാണ്. അത് 0.05 മില്ലിമീറ്റർ ടു 1 മില്ലി, വളരെ തിന്നായിട്ടുള്ള ബ്ലേഡുകളായിരിക്കും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലുള്ള 0.05 മില്ലിമീറ്റർ ടു 1 മില്ലിമീറ്റർ വരെയുള്ള വേരിയൻസിലുള്ള ഈ മെറ്റൽ സ്ട്രിപ്പുകൾ മില്ലിമീറ്ററിലുണ്ട്, ഇഞ്ചസ് സൈസുകളും, അതായത് നോൺ മെട്രിക്കുള്ള ബ്രിട്ടീഷ് അളവുകളിലും അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ചെറിയ ക്ലിയറൻസ് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ 2 മേറ്റിംഗ് പാർട്സുകൾ തമ്മിലുള്ള ചെറിയ ക്ലിയറൻസ് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീലർ ഗേജ് യൂസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഈ സ്പാർക്ക് പ്ലഗ്, അതുപോലെ തന്നെ ഈ സാധാരണ റോക്ക് റാം, സാധാരണ ടാപ്പറ്റ് ക്ലിയറൻസ് ഒക്കെ, ഈ എൻജിൻ്റെ ഒക്കെ ടാപ്പറ്റ് ക്ലിയറൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇപ്പോൾ സ്പാർക്ക് പ്ലഗ്, നമുക്ക് വണ്ടീൻ്റെ ഒക്കെ സ്പാർക്ക് പ്ലഗ് നമ്മൾ സാധാരണ ഇത് ചിലപ്പം എൻജിനൊന്നും സ്റ്റാർട്ട് ആകാഞ്ഞാൽ നമ്മൾ സ്പാർക്ക് പ്ലഗ് ഊരി വെക്കും. അപ്പോൾ അതിൻ്റെ ഈ കോണ്ടാക്റ്റ് ബേണിങ്, ഈ ഇലക്ട്രോഡ്, ഇത് ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ്, ഇത് എർത്തുമായിട്ട് ബോഡിയായിട്ട് ടച്ച് ആണ്. ഇവിടെ ഈ 2 ഇലക്ട്രോഡ് തമ്മിൽ ഇടയ്ക്കുള്ള ഇതാണ് ഇവിടെ സ്പാർക്ക് കൊടുക്കുന്നത്. ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ സ്പാർക്ക് ഉണ്ടാകും. അപ്പോൾ ഇത് ചിലപ്പം ബേണായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് കൃത്യമായ ഓരോ സ്പാർക്ക് പ്ലഗിനും ഒരു കൃത്യമായ ഒരു സൈസ് ഉണ്ടാവും. അങ്ങനെ ഈ ചെറിയ ഗ്യാപ്പുകളൊക്കെ നമ്മൾ ഫീലർ ഗേജ് ഉപയോഗിച്ചിട്ട് ആണ് ചെക്ക് ചെയ്യുന്നത്. അതേപോലെ ഈ എൻജിൻ്റെ ഒക്കെ ഈ വാൽവിൻ്റെ സൈഡ്, ഇപ്പോൾ എക്സോസ്റ്റ് വാൽവ് ആണെങ്കിൽ ഇൻലെറ്റ് വാൽവ് ആണെങ്കിൽ 2 ടാപ്പറ്റ് ക്ലിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്തരം സൈസിലാകുമ്പോൾ ആ ക്ലിയറൻസ് തന്നെ കൃത്യമായിട്ട് അതിന് സെറ്റ് ചെയ്യണം. ഇതവിടെ ഈ ഗ്യാപ്പ്, ഇതാണ് ക്ലിയറൻസ്. ഈ ക്ലിയറൻസ് അപ്പോൾ ചൂടായി കഴിഞ്ഞപ്പോൾ എക്സോസ്റ്റ് വാൽവ് ആണെങ്കിൽ ക്ലിയറൻസ് കൂടുതൽ കൊടുക്കേണ്ടി വരും, കാരണം അത് നല്ല ചൂട് വായു പോകുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ചൂട് കൊണ്ട് എക്സ്പാൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം ഓപ്പണായിട്ട് പെർമനൻ്റ്ലി ഓപ്പണായിട്ടൊക്കെ നോക്കും. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ ഈ ക്ലിയറൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തരും. അപ്പോൾ ആ കേസിലാണ് നമ്മൾ ഈ ഫീലർ ഗേജിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ക്ലിയറൻസ് നമ്മൾ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ആ അളവിൽ
നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ എൻജിൻ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഈ ടാപ്പിൻ്റെ ക്ലിയറൻസ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു മിസ്സിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ എൻജിനൊരു മിസ്സിംഗ് ഒന്നും വളരെ എക്സ്പേർട്ടുകൾക്ക് മാത്രമേ ഇത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ലോക്കിംഗ് സ്ക്രൂ നട്ടും ഉണ്ട്. നമ്മൾ എപ്പോഴും ചെറിയൊരു മിസ്സിംഗ് കാണുമ്പോൾ എല്ലാം ഒന്നും ഇത് ചെയ്യേണ്ടതില്ല. പക്ഷേ അത്തരം കേസുകളിലെല്ലാം നമ്മളവിടെ സംബന്ധിച്ചിടത്തോളം ഈ സ്മാൾ ഗ്യാപ്പ് കൃത്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനെല്ലാം നമ്മൾ ഇത് യൂസ് ചെയ്യാം. രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ അതാണ് ഫീലർ ഗേജ്. അടുത്തത് നമുക്ക് ടെംപ്ലേറ്റ് ഗേജ്. ഇപ്പോൾ ടെംപ്ലേറ്റ് ഗേജ് നമുക്ക് അറിയാം, സാധാരണ ഒരു ഷീറ്റ് മെറ്റൽ കൊണ്ടുള്ള ഒരു ഗേജാണ് ടെംപ്ലേറ്റ് ഗേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് കോണ്ടൂർ ഓഫ് എ പ്രൊഫൈൽ ഓഫ് എ വർക്ക് പീസ്. അപ്പോൾ ഇങ്ങനെ ഒരു പീസിൻ്റെ ഇങ്ങനെ കോണ്ടൂർ, ഇത്രയും കൃത്യമായ ഒരു കോണ്ടൂർ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗേജാണ് ടെംപ്ലേറ്റ് ഗേജ്. സാധാരണ ഇതിൽ നമുക്കിതിൻ്റെ ഒരു വീഡിയോ കൂടി കണ്ടാൽ ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം. നമ്മൾ വീഡിയോയിൽ നമ്മൾ കണ്ടു, അവിടെ ഒരു കൃത്യമായൊരു പോയിന്റിൽ നമുക്ക് ഡ്രിൽ ചെയ്യണമെങ്കിൽ ആ ടെംപ്ലേറ്റ് ഗേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ചിലപ്പോൾ ഈ പേപ്പർ കൊണ്ടുള്ള ടെംപ്ലേറ്റുകളെല്ലാം നമുക്ക് ചിലപ്പോൾ ഈ AC ഒക്കെ ഫിറ്റ് ചെയ്യുന്നപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ സ്പ്ലിറ്റ് AC ഒക്കെ ഫിറ്റ് ചെയ്യുന്ന അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഒരു പേപ്പർ കൊണ്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതും ടെംപ്ലേറ്റ് തന്നെയാണ്. കാരണം അവർക്ക് ആ ചുമരിൽ കൃത്യമായ ഒരു മാർക്കിംഗ് ചെയ്യാൻ വേണ്ടി, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണത്. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ഈ ഫിറ്റ് ചെയ്യാറ് മാർക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അതാണ് ടെംപ്ലേറ്റ് ഗേജ്. ഇതിനെ നമുക്ക് ഫോം ഗേജ് എന്നും പറയാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫോം ഗേജ്. ഇതാണ് ടെംപ്ലേറ്റ് ഗേജ് എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാം. വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും മാർക്സും കൊടുത്തിട്ടുണ്ട്. അപ്പം നീറ്റായിട്ട് നിങ്ങൾ ട്രേഡ് തിയറി നോട്ടിലേക്ക് ഇത് ഒന്ന് ഈ ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ ആൻസർ കണ്ടെത്തി എഴുതുക. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ സബ്മിറ്റ് ചെയ്യാം. വളരെ നീറ്റായിട്ട് ഹാൻഡ് റൈറ്റിങ്ങിൽ ക്വസ്റ്റ്യൻ ആൻസർ അക്കോർഡിംഗ് ടു ദ മാർക്സ്. ഓരോന്നിനും ഓരോ മാർക്കാണ്. 2 മാർക്കിൻ്റെ ഉണ്ട്, 1 മാർക്കിൻ്റെ ഉണ്ട്, 4 മാർക്കിൻ്റെ ഉണ്ട്. ടോട്ടൽ 30 മാർക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യുക എല്ലാവരും. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ടൈം കൊടുക്കും. ആ ടൈമിനുള്ളിൽ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ പോർഷന് നിങ്ങൾക്ക് ഗേജസ് എന്നുള്ള ഒരു ചാപ്റ്റർ നമുക്കിവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാം. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.